നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വിഷു ആഗതമായിരിക്കുകയാണ്. വിഷു സംക്രമ ഫലത്തെ ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിരുന്നു. എന്നിരുന്നാലും വിഷുവിന്റെ നക്ഷത്ര ഫലത്തെ നമുക്ക് പറയാൻ ബാക്കിയുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ സമ്പൂർണ്ണ വിഷു നക്ഷത്ര ഫലത്തെയാണ് പറയുന്നത്. സംക്രമ ഫലത്തെ നിങ്ങൾ ഏവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതൊരു പ്രത്യേക രീതിയിലുള്ള ഫലപ്രവചനമാണ്. വിഷു ദിവസത്തെ ആ സംക്രമ സമയത്തെ രീതികൾ അനുസരിച്ചുള്ള ഫലങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ പറയുന്നത് വിഷു സംക്രമത്തോടനുബന്ധിച്ചുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി മൂലമുള്ള സമ്പൂർണ്ണ നക്ഷത്ര ഫലമാണ്. ഓരോ രാശിക്കൂറുകാരുടെയും പ്രത്യേകം ഫലങ്ങളാണ് പറഞ്ഞു പോകുന്നത്. ചെറിയ 12 വീഡിയോകളിലായിട്ട് നമുക്കത് പറഞ്ഞു പോകാം. വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ അവസാനം വരെ കാണുക. നമുക്കിപ്പോൾ മേടക്കൂറുകാരുടെയും സമ്പൂർണ്ണ വിഷുഫലത്തെ പറയാം. മേടക്കൂറിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളാണ്. മേടക്കൂറുകാരെ സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയവും വിദേശയാത്രയും വിനോദയാത്രകളും സ്വത്ത് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ അനുകൂല തീരുമാനങ്ങളും ഒക്കെ ഉണ്ടാകാം. പ്രണയകാര്യങ്ങളിലും വിവാഹ കാര്യങ്ങളിലും സാഫല്യം ഉണ്ടാകുന്നതാണ്. നൂതന വസ്ത്രാഭരണങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. വാഹന ലാഭവും ഉണ്ടാകുന്നതാണ്. പുതിയ സൗഹൃദങ്ങൾ മൂലം നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. തെരഞ്ഞെടുപ്പിൽ ഒക്കെ മത്സരിക്കുന്നവർക്ക് വിജയങ്ങൾ നേടുവാനുള്ള അനുകൂല സമയമാണ്. ഭാഗ്യക്കുറി, ചിട്ടി എന്നീ കാര്യങ്ങളിലൊക്കെ വിജയ സാധ്യതയുമുണ്ട്. വളരെ കാലമായി നിലനിന്നിരുന്ന രോഗങ്ങളിൽ നിന്നും ആശ്വാസം ലഭിക്കാൻ സാഹചര്യം ഉണ്ടാകും. അതിന് യോജിച്ച വിധത്തിൽ വൈദ്യസഹായവും ബന്ധുജന പരിപാലനവും ഒക്കെ ലഭിക്കുന്നതാണ്. പൂർവ്വകാല സുഹൃത്തുക്കളും ബന്ധുക്കളുമായി ഒരുമിച്ച് കഴിയാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. കലാ, സാഹിത്യ, സിനിമാ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും ഈ വിഷുവർഷം നന്മകൾ ഉണ്ടാകുന്നതാണ്. നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. സന്താന ഭാഗ്യം ആഗ്രഹിക്കുന്ന മേടക്കൂറുകാർക്ക് സന്താനങ്ങളെ ലഭിക്കാനുള്ള ഭാഗ്യവും ഈ വർഷം ഉണ്ടാകുന്നതാണ്. എന്നിരുന്നാലും ചെലവുകൾ പൊതുവിൽ വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. ശനിദശാകാലമുള്ള മേടക്കൂറുകാരെ സംബന്ധിച്ച് വാദസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ശസ്ത്രക്രിയയോ ദീർഘകാല ചികിത്സകളോ ഒക്കെ ആവശ്യമായി വന്നേക്കാം. മേടക്കൂറുകാരെ സംബന്ധിച്ച് ഈ വിഷുവർഷത്തിൽ പൊതുജനങ്ങളിൽ നിന്നും ഭരണാധികാരികളിൽ നിന്നും ആദരവും വളരെ കാലമായി നടക്കാൻ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ നിറവേറ്റപ്പെടാനുള്ള സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നതാണ്. ദോഷപരിഹാരത്തിനായി ശാസ്താക്ഷേത്രത്തിൽ നിത്യം ദർശനം നടത്തുക, നീരാഞ്ജനം, എള്ളുപായസം എന്നിവ വഴിപാടായി നടത്തുക. അതേപോലെ തന്നെ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ഭഗവാന് വെണ്ണ നിവേദ്യം വഴിപാടായി നടത്തുക. ഇതെല്ലാം ദോഷങ്ങൾ ഇല്ലാതാക്കി ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായിക്കും. ഇനി നമുക്ക് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ വിശേഷ ഫലങ്ങളെ ഏകദേശം ഒന്ന് പറഞ്ഞു പോകാം. അശ്വതിക്കാരെ സംബന്ധിച്ച് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾക്ക് സാധ്യതയുണ്ട്. തൊഴിലിൽ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുന്നതാണ്. ഉയർന്ന പദവി ലഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. കലാസാഹിത്യ രംഗങ്ങളിൽ ഉയർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. എന്നാൽ മെയ് മാസത്തിന് ശേഷം കുടുംബ ബന്ധങ്ങളിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായേക്കാം. ബന്ധുജനങ്ങളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും ഒക്കെ ഉണ്ടാകാം. അനാവശ്യ ചെലവുകൾ വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. കാര്യതടസ്സം, രോഗങ്ങൾ ഇവയ്ക്കും സാധ്യതയുണ്ട്. കൂടാതെ ഉദരരോഗം, അന്യദേശവാസം, വാഹനം മൂലം ദോഷാനുഭവങ്ങൾ, ശത്രുഭയം, യാത്രാക്ലേശം, വരവിൽ കവിഞ്ഞ ചെലവ്, ധനനഷ്ടം, അലസത, മനസ്വസ്ഥതക്കുറവ് എന്നിവയും ഉണ്ടായേക്കാം. ഇനി നമുക്ക് ഭരണി നക്ഷത്രക്കാരുടെ പ്രത്യേക വിഷുഫലത്തെ ഒന്ന് പറയാം. പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബ ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. ശാരീരിക അധ്വാനത്തിന് കൂടുതൽ ഫലങ്ങൾ ലഭിക്കാം. വാഹനം മൂലം ദോഷാനുഭവങ്ങൾ ഉണ്ടാകാം. പ്രവർത്തന ഗുണം പാഴായി പോകാതിരിക്കുക. അനാവശ്യ ദേഷ്യം, ആലോചനയില്ലാത്ത പ്രവർത്തനങ്ങൾ മൂലം ദോഷഫലങ്ങൾ എന്നിവയ്ക്കും സാധ്യതയുണ്ട്. വാഹനം, ധനം, ആയുധം, അഗ്നി എന്നിവയുടെ ഉപയോഗത്താൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ്. പലവിധ മേഖലകളിൽ പ്രവർത്തിക്കാനുള്ള യോഗമുണ്ട്. ആരോഗ്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണ്ട സമയമാണ്. കൃത്യമായിട്ടുള്ള വ്യായാമം, ആചാരാനുഷ്ഠാനങ്ങളിൽ പ്രത്യേക ശ്രദ്ധ, പ്രഭാതത്തിലുള്ള സ്നാനം ഇവ ദോഷങ്ങളെ ദൂരീകരിക്കുന്നതാണ്. ഇനി നമുക്ക് മേടക്കൂറിൽ വരുന്ന കാർത്തിക നക്ഷത്രക്കാരുടെ വിശേഷ ഫലത്തെ ഒന്ന് പറയാം. മേടക്കൂറിൽ ജനിച്ച കാർത്തിക നക്ഷത്രക്കാർക്ക് മെയ് പകുതി വരെ അനുകൂല സമയമാണ്. ശേഷം സ്ഥാനഭ്രംശം, യാത്രാക്ലേശം, അലച്ചിൽ, അലസമനോഭാവം, സമ്പത്ത്, ഭൂമി എന്നിവ നഷ്ടപ്പെടുക, ധനനഷ്ടം, ധനക്ലേശം എന്നിവയ്ക്കും സാധ്യതയുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റ് രാശിക്കാരുടെ സമ്പൂർണ്ണ വിഷുഫലവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.